നമസ്കാരം. NCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ഉമ്മൻചാണ്ടി ഓർമ്മ ദിനം. മേഖലയിലും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു കോൺഗ്രസ്. നിലമ്പൂരിൽ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് ആര്യാടൻ ഷൗക്കത്ത് MLA. പവർ കട്ട് ഏർപ്പെടുത്തി ജനദ്രോഹ നടപടി. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി DYFI. വിവിധയിടങ്ങളിൽ KSEB ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ. ജനവാസ മേഖലയിലെത്തി കാട്ടാന. രാത്രിയിലെത്തിയ കാട്ടാന വീടിന്റെ ജനൽ തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആനയുടെ പരാക്രമം ജവഹർ നഗറിൽ. നിർത്തിയിട്ട് സ്കൂട്ടർ തീകത്തി നശിച്ചു. സംഭവം ഇന്ന് രാവിലെ മിനറോപ്പടിക്ക് സമീപം. കത്തി നശിച്ച സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ സ്കൂട്ടർ. ഓപ്പറേഷൻ തണ്ടർ. വണ്ടൂർ കൂരാടിൽ വാറ്റുചാരായം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് നിരവധി അബ്കാരി കേസിൽ പ്രതിയായ കൂത്തന്നൂർ മണി. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. എനിക്കെന്റെ പിതാവിനെ പോലെ തന്നെ എനിക്കൊരു പ്രതിതുല്യനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾക്കും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. വസ്തുത എന്റെ പിതാവിന് നിങ്ങൾക്കറിയാം, കുഞ്ഞാക്ക സുഖമില്ലാതെ കിടക്കുമ്പോൾ അക്കാലത്ത് ഉമ്മൻചാണ്ടി സാറിന് അസുഖമുണ്ട്. പക്ഷെ അതൊക്കെ ദൃഢവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഒരു 2-3 ദിവസം കൂടുമ്പോൾ വിളിച്ചു ചോദിക്കും കുഞ്ഞാക്കന്റെ രോഗവിവരം. അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു. VA കരീം, പാലോളി മെഹബൂബ്, പത്മിനി ഗോപിനാഥ്, MK ബാലകൃഷ്ണൻ, അബ്ദുള്ള വല്ലാഞ്ചിറ, ഗിരീഷ് മോളൂർ മഠത്തിൽ, TMS ആസിഫ്, പട്ടിക്കാടൻ ഷാനവാസ്, ബാബു കല്ലായി തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. വിവിധ പോഷക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. NGO അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം നടത്തി. സംസ്ഥാന സെക്രട്ടറി C വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ NGO അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് K മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഹബീബ് തോണിക്കടവൻ, P ബൈജു, ലിജു, നൌഷാദ്, വിനോദ്, K ജിതേഷ്, അനു, സരിത തുടങ്ങിയവർ സംസാരിച്ചു. പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ചെറുകോട് രാജീവ് ഭവനിൽ നടന്ന സമ്മേളനം AICC അംഗം E മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാധാരണക്കാരുടെ വികാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ പേരിലുള്ള തടസ്സങ്ങൾ നീക്കി മാറ്റിക്കൊണ്ട് നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒരു നിയമവും പറ്റില്ല, സമ്മതിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പാവപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാടുകൾ ഏത് കാര്യത്തിലും സ്വീകരിച്ച അനിഷേധ്യനായ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസ്കർ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ P വാസുദേവൻ, പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K സുനിൽ, KK വിജയരാജൻ, ഷൗക്കത്ത് മലയ്ക്കൽ, V ശിവശങ്കരൻ, N ബിജേഷ്, മണ്ഡലം ഭാരവാഹികളായ P അൻവർ, K ഷംസുദ്ദീൻ, M സലാഹുദ്ദീൻ എന്നിവരും ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.
കരുളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മൂന്നാമത് അനുസ്മരണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു. ഇ.കെ. ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. എം. കബീർ, വീരാൻകുട്ടി, ഇ.കെ. അബ്ദുറഹ്മാൻ, അയ്യപ്പൻ അമ്പലക്കുന്ന്, സിദ്ദിഖ് നെടുങ്ങാടൻ, വിൽസൺ തട്ടാരത്തറ, ഇ.പി. ഹംസ, ടി.ടി. ജോൺസൺ, ഫൈസൽ ബാവ, മുഹമ്മദ് സാജ് കുളവട്ടം, ആദിൽ വടക്കൻ, നാസർ കറുത്തിടത്ത്, ഹുസൈൻ പനോളി തുടങ്ങിയവർ സംസാരിച്ചു. ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് കോരൻകോട് കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. നാലകത്ത് ഹൈദരലി, പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. അനുശ്രീ, ബെന്നി കൈതോലി, ബീന നടുവത്താണി, മഞ്ജു അനിൽ, അച്ചമ്മ ജോസഫ്, ബീന മൈലാടി, ബഷീർ കാട്ടമുണ്ട, സുരേഷ് ബാബു കോരങ്ങോട് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ പവർ കട്ട് ഏർപ്പെടുത്തിയ UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ KSEBയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി KSEB ഉദ്യോഗസ്ഥർക്ക് മെഴുകുതിരിയും വിതരണം ചെയ്തു. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ്. നിലമ്പൂർ നഗരസഭാ കൗൺസിലറും ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ ഇ. അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരള ജനത മറന്നുപോയിട്ടുള്ള പവർ കട്ട് എന്ന വാക്ക് വീണ്ടും ഈ നാട് ഉച്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 2016 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കേരളത്തിൽ വരുമ്പോൾ ആന കയറിയ കരിമ്പങ്കാട് പോലെ ചവിട്ടി മതിച്ചിട്ട നാടായിരുന്നു കേരളം. മണിക്കൂറുകളോളം പവർ കട്ട്, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, സർക്കാർ സ്കൂളുകളിൽ പാഠപുസ്തകമില്ല. അങ്ങനെ സകല മേഖലയിലും തകർന്നടിഞ്ഞു കിടന്ന കേരളത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നടക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ കേരളം എല്ലാ മേഖലയിലും നമ്പർ 1 കേരളമായിരുന്നു. ഈ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു, ലോകത്തിന് മാതൃകയായിരുന്നു. അത്തരത്തിലുള്ള കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം അധികാരത്തിലേക്ക് വന്ന UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ കയറി 1 മാസം പിന്നിടുമ്പോഴേക്കും ഈ കേരളം എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. പി. ദീപക്, റനീത്, പ്രജിത്ത്, സന്തോഷ്, ഷാജഹാൻ, റിയാസ് കാവാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പവർ കട്ട് ഏർപ്പെടുത്തിയ UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ. ലിനീഷ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് മണിക്കൂറാണ് കറണ്ട് കട്ട്. 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂർ കറണ്ട് കട്ടുണ്ടാവുന്നു എന്നത് ഇവിടെ മഴയുടെ കുറവുകൊണ്ടാണ് എന്നാണ് UDFന്റെ ഗവൺമെന്റിന്റെ വാദം. എന്താ അടിസ്ഥാന പ്രശ്നം? മഴ കുറയുമെന്നും ഈ ജൂലൈ മാസത്തിൽ മഴ നന്നായി കുറയുമെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാലാവസ്ഥയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഈ നിരീക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിലേറി ഇപ്പൊ 2 മാസക്കാലം പിന്നിട്ടു. ആസൂത്രണത്തോടുകൂടി വൈദ്യുതി ഈ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കുന്ന രീതിയിൽ ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിൽ ആസൂത്രണത്തിന്റെ പിഴവ് കൊണ്ടാണ് അത് നടത്തുന്നതിന് വേണ്ടി UDF സർക്കാരിന് സാധിക്കാതെ വന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി. ഷൈജു അധ്യക്ഷനായിരുന്നു.
ബ്ലോക്ക് സെക്രട്ടറി പി ജുനൈദ്, ബ്ലോക്ക് ട്രഷറർ സി അനസ്, ജോയിന്റ് സെക്രട്ടറിമാരായ പി രജീഷ്, സി പി പ്രണവ്, എൻ കെ ഷബീർ, സി വി വിപിൻ, പി അജീഷ്, കെ എം അജയ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി സംയുക്ത പ്രകടനം നടത്തി. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് സ്റ്റാഫ് ആൻഡ് റിട്ടയറീസിന്റെ ആഭിമുഖ്യത്തിലാണ് നിലമ്പൂരിൽ ടൗൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയ്ക്ക് മുമ്പിൽ പ്രകടനം നടത്തിയത്. വിവിധ സംഘടനാ പ്രതിനിധികളായ പി വിജയകുമാർ, ഡി വെങ്കടേശ്വരൻ, യു സുമേഷ്, പി അനു എന്നിവർ സംസാരിച്ചു. പി വി അബിൻ സ്വാഗതവും ടി സതീശൻ നന്ദിയും പറഞ്ഞു. എം പി മുരളീധരൻ, സി കെ സോമൻ, എം അബ്ദുൾ ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാത്രിയിലെത്തിയ കാട്ടാന വീടിന്റെ ജനൽ തകർത്തു. വെളിയന്തോട് ജവഹർ നഗറിലെ പൈങ്കുളം തങ്കയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി 10:30 കാട്ടാനയുടെ പരാക്രമം. അകത്ത് കിടന്നുറങ്ങുന്നവർ അപകടം കൂടാതെ രക്ഷപ്പെടുകയായിരുന്നു. തങ്കയും മരുമകൾ രജനിയും പേരക്കുട്ടിയുമാണ് വീട്ടിൽ താമസം. വെള്ളിയാഴ്ച രാത്രി 10:30 കാട്ടാന എത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. തൊട്ടടുത്ത് സ്കൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് വന്നത്. ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ആ ഭാഗത്തോടെ വന്ന് പോകലുണ്ട്, പക്ഷെ ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നിട്ടാണ് ഇതാക്കിയത്. ആ കടന്നു. ഞങ്ങൾ 3 ആളുള്ളൂ. കിടപ്പുമുറിയുടെ ജനൽ അടിച്ചു തകർത്തതോടെ ചില്ല് പൊട്ടി അകത്ത് കട്ടിലിൽ കിടന്നുറങ്ങുന്നവർക്ക് മേൽ വീഴുകയായിരുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആന കടന്നു പോകുന്നത് കണ്ടെന്നും ഇവർ പറഞ്ഞു. 10:30 ആന ഇവിടെ വരുന്നത്. ഈ ജനൽ പൊട്ടിച്ച് എൻ്റെ കുട്ടികളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നന്നു. ഇനി അതുമല്ല, ഇതിനൊരു തീരുമാനം വേണ്ട കുട്ടിയെ. ഇവിടെ ആളില്ല, ഞങ്ങൾ 3 എണ്ണത്തിൽ 3 എണ്ണം. ഇനി അതും വേണ്ട, കുട്ടീനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഈ ചില്ല് അതിൻ്റെ ചെവി പോയാൽ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോടും. നിങ്ങളൊന്ന് പറയും. പോറസുകാരോട് പറയുമ്പോൾ പറയും, ആ ഞങ്ങൾ വിളിക്കുമ്പോൾ വരാം. ഓരങ്ങോട്ട് ആക്കും, ആന അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരും. എന്താ വേണ്ടത് ഇതിനൊരു തീരുമാനം വേണ്ടേ? പിന്നെ പക്ഷെ ഈ ഗ്ലാസ് പൊട്ടിക്കലില്ല, ആദ്യമായിട്ടാണ്. ഈ ചില്ല് ആ കട്ടിൽമ കിടക്കണ നിങ്ങൾ കണ്ടില്ലേ? ആ ചില്ലിൻ്റെ കുട്ടീൻ്റെ ചെവി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ കാട്ടുക? ഞാനൊരു പണിക്ക് പോകാക്കി വയ്യ, എന്താ കാട്ടുക? നേരത്തെ തന്നെ പലപ്പോഴായി കാട്ടാനകൾ ഇവിടെ ജനവാസ മേഖലയിൽ എത്താറുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ആക്രമണം ആദ്യമായാണെന്ന് തങ്ക പറഞ്ഞു. ഇതിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. 70ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം IGMMR സ്കൂളിന് തൊട്ടടുത്താണ്. നിലമ്പൂർ മിനറോപ്പടിക്ക് സമീപം സ്വകാര്യ സ്ഥാപനത്തിൽ നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരിയായ അകമ്പാടം സ്വദേശിനിയുടെ സ്കൂട്ടറാണ് ഇന്ന് രാവിലെ 10 മണിയോടെ കത്തിനശിച്ചത്. സ്ഥാപനത്തിൽ സ്കൂട്ടർ നിർത്തി ജോലിക്കായി കയറിയ ഉടൻ വലിയ ശബ്ദത്തോടെ തീപിടിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാരി പറഞ്ഞു. ഉടൻ തന്നെ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും വിവരം നിലമ്പൂർ അഗ്നിരക്ഷാസേനയെ അറിയിച്ചു. തുടർന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീ പൂർണ്ണമായും അണച്ചത്. അപകടത്തെ തുടർന്ന് ആശുപത്രി കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിലമ്പൂർ അഗ്നിരക്ഷാസേന യൂണിറ്റ് സ്റ്റേഷൻ ഓഫീസർ KP ബാബുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനൂപ് വി നായർ, നിഷാന്ത്, അനൂപ്, ഫിറോസ്, സുനിൽ, ഡ്രൈവർ ശ്രീകാന്ത് എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് നടത്തിയ പരിശോധനയിൽ വണ്ടൂർ കൂരാടിൽ വാറ്റുചാരായം പിടികൂടി. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ കുത്തന്നൂർ മണിയുടെ വീടിന്റെ പിൻഭാഗത്തു നിന്നാണ് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ 9.75 ലിറ്റർ വാറ്റുചാരായം കണ്ടെടുത്തത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PV സുഭാഷും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടിച്ചത്. പ്രതിയെയും തുണ്ടിമുതലുകളും കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. പ്രിവന്റീവ് ഓഫീസർ CK റംഷുദ്ദീൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K ആബിദ്, KP മുഹമ്മദ് ഫാസിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ AK നിമിഷ, ഡ്രൈവർ മഹമ്മൂദ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും KSUവിനും എക്കാലത്തും വ്യക്തമായ സ്വതന്ത്ര സ്വഭാവമുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ. മാതൃസംഘടനയുടെ തണലിലിരുന്ന് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് കോൺഗ്രസ് നൽകുന്നുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസും KSUവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വതന്ത്രമായ ഒരു സ്വഭാവം മുൻകാലങ്ങളിൽ അവർക്കുണ്ട്. അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വരുമ്പോൾ അത് DYFI പോലെ SFI പോലെ ഒരു ഭരണവിലാസം സംഘടനകളാക്കി ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഒരിക്കലും കാണാറില്ല. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും, അവർക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു പ്രശ്നം ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതാരായി കഴിഞ്ഞാൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളെപ്പോലെ സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ വെറും ഭരണവിലാസ സംഘടനകളായി KSUവിനെയോ യൂത്ത് കോൺഗ്രസിനെയോ മാറ്റാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും നേതൃത്വം കൂട്ടിച്ചേർത്തു. സംഘടനയ്ക്കുള്ളിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോൾ തന്നെ അതിന് കൃത്യമായ പരിധികളുണ്ട്. ഈ പരിധി ലംഘിച്ചുകൊണ്ടുള്ള പരസ്യ പ്രതികരണങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരം അതൃപ്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരത് പറയാം, ലീഡർഷിപ്പിനോട് പറയാം. അപ്പോൾ ആ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് അത് ഗൗരവമായിട്ട് എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പരിധി വിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. അത്തരത്തിൽ ഉള്ള വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ അതല്ലാതെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും ആരും പോകാറില്ല. എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് പുതുമയായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിമർശനങ്ങളെ അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ്. മാർ ഇവാനിയോസിന്റെ 73ാം ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഞായറാഴ്ച മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എടക്കര വൈദിക ജില്ലയിലെ 15 ദേവാലയങ്ങളിൽ നിന്നുള്ള 2000-ൽ പരം വിശ്വാസികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 73ാമത് ഓർമ്മ പെരുന്നാൾ ബത്തേരി രൂപതയിൽ ഈ മാസം 19-ാം തീയതി വിവിധ മേഖലകളിൽ പദയാത്രയും വിശുദ്ധ കുർബാനയും അനുസ്മരണ സമ്മേളനവും നടത്തപ്പെടുന്നു. എടക്കര വൈദിക ജില്ലയുടെ നേതൃത്വത്തിൽ മൂത്തേടം ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 19-ാം തീയതി എടക്കര വൈദിക ജില്ലയിൽ ഒന്നാകെ പദയാത്രയും അനുസ്മരണ പൊതുയോഗവും വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു. മാവേലിക്കേരി ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് തിരുമേനിയാണ് ഈ വർഷത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. എടക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ഞായറാഴ്ച രാവിലെ 8-ന് പദയാത്ര ആരംഭിക്കും. 9:30 മണിയോടെ മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പരിസരത്ത് സംഗമിക്കും. തുടർന്ന് ആഘോഷമായ കുർബാന, അനുസ്മരണ പ്രഭാഷണം, ധൂപപ്രാർത്ഥന, ഭക്തസംഘടനകളുടെ അവാർഡ് ദാനം എന്നിവ നടക്കും. കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് വള്ളിക്കുരിശ്, ഈ വള്ളിക്കുരിശ് എന്ന് പറയുന്നത് പെരുന്നാട് മുണ്ടൻമനയിൽ മാർ ഇവാനിയോസ് തിരുമനസ് 1919 കാലഘട്ടങ്ങളിൽ ഒരു താപസ ജീവിതം അനുഷ്ഠിച്ചതിൻ്റെ പ്രതീകാത്മകമായി പെരുന്നാടിൽ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ചു. പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബെസേലിയോസ് ക്ലീമിസ് കർദിനാൾ ബാവ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയ ആ വള്ളിക്കുരിശും പിടിച്ച് കാഷായ വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എടക്കരയിലൂടെ ഈ യാത്ര നടത്തുന്നത്. മാവേലിക്കര ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പോസ് മെത്രോപൊലീത്ത ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശേഷം സ്നേഹവിരുന്നോടെ പരിപാടി സമാപിക്കും. പ്രോട്ടോവികാരി ഫാദർ തോമസ് കല്ലൂർ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി റെന്നി വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ സാബു പൊന്മേലിൽ, TG രാജു, സജി പന്തപ്ലാവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ S ജാനകിയമ്മ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കോളേജിലെ മ്യൂസിക് ഗാർഡൻ സംഗീത ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വിഖ്യാത ഗായിക S ജാനകിയമ്മയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഷിബിൻ P ജെയിംസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഓണക്കുമ്പത്തിൽ നിന്ന് പ്രിയനാണ്
എന്നുള്ള ആ ഗാനം ജാനകി അമ്മ അഭിനയിച്ച ചലച്ചിത്രം ഒരു മാതൃത്വത്തിൻ്റെ സ്നേഹം, അമ്മ മരിച്ചു പോയ ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്ന ഒരു ഗാനമായി അത് ഇന്നും ഓർമ്മയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ ഒരു കാലത്തെ നമ്മുടെ വളർച്ചയും നമ്മൾ താതാത്മ്യപ്പെട്ട ഒരു മാനസിക വികാരങ്ങളുമൊക്കെ ആ ഗാനത്തിലുള്ളതുകൊണ്ട് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിന് ജാനകിയമ്മ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകളെയും അവരുടെ ആലാപന മാധുര്യത്തെയും അനുസ്മരിച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മ്യൂസിക് ക്ലബ്ബ് കോർഡിനേറ്റർ കെ ശരണ്യ അധ്യക്ഷയായിരുന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കോളേജ് സിഇഒ ഫാദർ എബ്രഹാം പതാക്കൽ, കോളേജ് ബർസാർ ഫാദർ സബിൻ എബ്രഹാം, ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം മേധാവി ഫിലിപ്പ് നൈനാൻ എന്നിവർ ജാനകിയമ്മയുടെ സംഗീത സപര്യയെയും ശ്രദ്ധേയമായ ഗാനങ്ങളെയും മുൻനിർത്തി സംസാരിച്ചു. ചടങ്ങിൽ മ്യൂസിക് ക്ലബ്ബ് സബ് കോർഡിനേറ്റർ ടി കെ സതീശൻ സ്വാഗതവും ക്ലബ്ബ് അംഗം പി ജി ജ്യോതി കൃഷ്ണ നന്ദിയും പറഞ്ഞു. അധ്യാപകരായ എം ശ്രീലത, അശ്വതി വിനുകുമാർ, നീതു, വിഷ്ണു വിപിൻ, എ ഷിഫ്ന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊണ്ടു ഞാൻ ദൂരേതോ അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി പുനർവികസിപ്പിച്ച നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ നിലമ്പൂർ ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആര്യാടൻ ഷൗക്കത്ത് MLA യിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത്. അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ഇന്ത്യയിലെ 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായാണ് നവീകരിച്ച നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും വിവിധ പരിപാടികൾ അരങ്ങേറിയത്. നെക്സ്റ്റ് ജനറേഷൻ ട്രെയിൻ ഇന്ത്യ എന്ന വിഷയത്തിൽ നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിൽ തെരേസ ജിജോ 1ാം സ്ഥാനവും അന്ന എലിസബത്ത് 2ാം സ്ഥാനവും പി നിവേദിത 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇതിനെ തുടർന്ന് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ TR ഋതിക, ഹുദ ഷെറിൻ, അന്നാബി ജോബി എന്നീ വിദ്യാർത്ഥികൾ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിജയികളെ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ ജീന അഭിനന്ദിച്ചു. We would like to thank the central government for bringing about development to our Nilambur railway station through the Amrit Bharat scheme. We now have so many facilities such as the AC waiting rooms, cold water, toilets, foot overbridge, ticket counters, etc. This has made affordable travel more luxurious and accessible to disabled personnel. And it has driven more tourism towards Nilambur. Thank you. നിലമ്പൂർ സബ് ജില്ലാ സുപ്രദോ ഫുട്ബോൾ അണ്ടർ 15 കാറ്റഗറി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ മമ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ജേതാക്കളായി. 3 ദിവസങ്ങളായി മമ്പാട് ഫ്രണ്ട്സ് ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത്. ആൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ നിലമ്പൂർ മാനവേദൻ സ്കൂൾ ടീമിനെ പരാജയപ്പെടുത്തിയാണ് മമ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ജേതാക്കളായത്. അണ്ടർ 15 കാറ്റഗറി ആദ്യ മത്സരത്തിൽ MES മമ്പാടിനെയും ക്വാർട്ടർ SVHSS പാലേമാടിനെയും സെമിയിൽ CHSS പോത്തുകലിനെയും പരാജയപ്പെടുത്തിയിരുന്നു. മമ്പാട് കോളേജ് റിട്ടയർഡ് സൂപ്രണ്ടും ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ സെക്രട്ടറിയുമായിരുന്ന VP അബ്ദുൽ ഖാദറിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി. മമ്പാട് MES യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂളിലാണ് യോഗം ചേർന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PK അലിയാർ അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് EP മോയിൻകുട്ടി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ, മമ്പാട് കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ സീദിക്കോയ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഹംസക്കുരിക്കൾ, താലൂക്ക് വൈസ് പ്രസിഡന്റ് അൽവിക്കുട്ടി മച്ചുങ്ങൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മമ്പാട് യൂണിറ്റ് പ്രസിഡന്റ് NC മുസദ്ദിഖ്, വാർഡ് മെമ്പർ MK മുസ്തഫ, രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളായ K സലാഹുദ്ദീൻ, K ഫായിസ്, MES യൂണിറ്റ് സെക്രട്ടറി MK സമീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നടുവക്കാട് അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന് തുടക്കമായി. തന്ത്രി ബ്രഹ്മശ്രീ മോടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുക. കർക്കിടകം 1-ാം തീയതിയിലെ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും K അക്ഷയ് എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു.
ഓഗസ്റ്റ് 15 ശനിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവഗ്രഹ പൂജ, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടക്കും. ഗജശ്രീ ചിറ്റേപുറത്ത് ശ്രീകുട്ടൻ എന്ന ആനയ്ക്കാണ് ഗജപൂജയും ആനയൂട്ടും നടത്തുന്നത്. അന്നേ ദിവസം രാവിലെ അയ്യപ്പന് വിശേഷാൽ പൂജയും ഉണ്ടായിരിക്കും. കർക്കിടക മാസത്തിൽ ക്ഷേത്രനട തുറക്കുന്ന എല്ലാ ദിവസവും ശാരദാ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും ഓഗസ്റ്റ് 9 ഞായറാഴ്ച നാലമ്പല ദർശനയാത്രയും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. NCV ന്യൂസിൽ ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി ചില അറിയിപ്പുകൾ. അരീക്കോട് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 ഡിഗ്രി ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 9526464998. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ ഇൻ ഫാർമസി DPharm പാസ്സായിരിക്കണം. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ പുതുക്കിയ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജൂലൈ 20 രാവിലെ 10:30 ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. കോട്ടയ്ക്കൽ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ CE സെല്ലിന് കീഴിൽ സ്ത്രീകൾക്കായി മാത്രം ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 22 അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9526135505. മലപ്പുറം ജില്ലയിലെ മാനസികാരോഗ്യ പരിപാലന പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ OP സേവനങ്ങൾ നൽകുന്നതിന് 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനം കരാർ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഫോം വിൽപ്പന അവസാന തീയതി ജൂലൈ 20. ടെൻഡർ 22 തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 048327364241. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. കൂടുതൽ വിവരങ്ങൾക്ക് 048327355594. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാം വില 70 രൂപ വർദ്ധിച്ചു. സ്വർണം ഗ്രാമിന് 13,135, പവന് 1,04,520, വെള്ളി ഗ്രാമിന് 235 രൂപ.